പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. കർമ്മലിത്ത സഭയെ സംബന്ധിച്ചിടത്തോളം, കർമ്മലിത്ത സഭക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു ദിവസമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്താലും സംരക്ഷണത്താലും അനുഗ്രഹിക്കപ്പെട്ട വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന കർമ്മലിത്ത സഭ. ഈ കർമ്മലിത്ത സഭയിലൂടെയാണ് പരിശുദ്ധ അമ്മ ഉത്തരീയം സഭയ്ക്ക് നൽകിയത്. ചരിത്രം അല്പം അച്ചടന്ന് പറയാം. കർമ്മലിത്ത സഭയുടെ ആരംഭം 12-ാം നൂറ്റാണ്ടില് കുരിശുദ്ധത്തിനായിട്ട് വിശുദ്ധ നാട്ടിലേക്ക് യൂറോപ്പിൽ നിന്ന് അനേകം കുരിശുദ്ധക്കാരായ സൈനികര് കടന്നു വന്നു. കുരിശുദ്ധം കഴിഞ്ഞതിന് ശേഷം അവര് നാട്ടിലേക്ക് തിരിച്ചു പോകാതെ വിശുദ്ധ നാട്ടിൽ താമസിക്കാൻ തുടങ്ങി. താമസ ജീവിതം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏലിയ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മല മലയും ഏലിയ പ്രവാചകന്റെ ഗുഹയും അതുമായിട്ട് ചേർന്ന സ്ഥലങ്ങളിലാണ് ഈ വിശുദ്ധാത്മാക്കള് സന്യാസിമാരായിട്ട് ഇനിയുള്ള കാലം പ്രാർത്ഥനയിലും ഏകാന്തതയിലും അങ്ങനെ ഏലിയ പ്രവാചകന്റെ തീഷ്ണതയിൽ ജ്വലിക്കുന്ന സന്യാസിമാരായിട്ട് ഒരു സമൂഹമായിട്ട് അവിടെ ആരംഭിക്കണം. അതാണ് കർമ്മലിത്ത സഭയുടെ ആരംഭം. ഓർഡർ ഓഫ് കർമ്മലൈറ്റ്സ്. ഇവിടെ വരെ ഈ സന്യാസിമാര് വലിയ പ്രാർത്ഥനയില്, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തില്, വലിയ സംരക്ഷണത്തില് ഇതാ ഇവിടെ പ്രാർത്ഥിക്കണം. അവിടെ ആ കർമ്മല മലയില് അവരാദ്യം പണിതുയർത്തിയ ചെറിയ ഒരു ചാപ്പല്, ദേവാലയം, അതിന് അവരിട്ട പേര് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ്. അങ്ങനെയാണ് കർമ്മല മാതാവ് എന്ന് മാതാവിന് പേര് ലഭിച്ചത്. കർമ്മല മലയിൽ അവിടെ ആരംഭിച്ച സന്യാസ സഭക്കാരായ കർമ്മലിത്ത സഹോദരന്മാര് ആദ്യമായിട്ട് പണിത ദേവാലയത്തിന് അമ്മയുടെ മാധ്യസ്ഥം, സാന്നിധ്യം, നാമധേയം കൊടുത്തു. അങ്ങനെ അവിടെ അമ്മയ്ക്കൊരു പുതിയൊരു പേര് വരികയാണ്, കർമ്മല മാതാവ്. ആരംഭം മുതല് ഈ കർമ്മലിത്ത സഭയ്ക്ക്, കർമ്മലിത്ത സഹോദരങ്ങൾക്ക് മാതാവിനോട് വലിയ ഭക്തിയുണ്ട്. അങ്ങനെ കർമ്മല മാതാവുമായിട്ട് ആഴപ്പെട്ട ബന്ധത്തില് ഈ സന്യാസ സമൂഹം തുടങ്ങിയാണ്. പിന്നെ ചരിത്രം കുറെ നാളുകൾ കഴിഞ്ഞു. കുരിശുദ്ധത്തിന്റെ അവസ്ഥയും എല്ലാം കൊണ്ടും ഇതാ സഭ അവിടെ നിന്ന് യൂറോപ്പിലേക്കൊക്കെ പോവുകയാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ യൂറോപ്പിന്റെ ഭൗതികതയും മറ്റു പല കാര്യങ്ങളും, പല പ്രശ്നങ്ങളൊക്കെ സഭയിലേക്ക് കടന്നു വന്നു. ആ നാളുകളിൽ 1165 മുതല് 1265 വരെ സഭയെ മുന്നോട്ട് നയിച്ചിരുന്ന ആ നാളുകളില് സഭയുടെ പ്രയർ ജനറൽ ആയിരുന്ന സൈമൺ സ്റ്റോക്ക്, അദ്ദേഹം വലിയ മാതൃഭക്തനായിരുന്നു. ഇംഗ്ലണ്ടില് എയിൽസ്ഫോർഡില് എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രമത്തില് അദ്ദേഹം ഈ ജനറൽ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒത്തിരി പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, ലോകാരൂപി പൈശാചിക ആക്രമണങ്ങള്, സമൂഹത്തിലെ ചില പ്രശ്നങ്ങള്, ഇതിന്റെയൊക്കെ പേരില് വലിയ വേദനയോടെ അമ്മ മാധ്യസ്ഥത്തില് കർമ്മല മാതാവിന്റെ സന്നദ്ധിയില് അതിശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ജൂലൈ 16 രാത്രിയില് മാതാവിന്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ അമ്മ ഈ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെടുകയും, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഉത്തരീയം പരിശുദ്ധ അമ്മ ഈ സൈമൺ സ്റ്റോക്ക് നൽകിയാണ്. ശരിക്കും ഉത്തരീയം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ധരിക്കുന്ന ഈ ഉടുപ്പിന്റെ മുകളില് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇട്ടിരിക്കുന്ന ഇതാണ് മാൻഡിൽ, ഉത്തരീയം. ഈ ഉത്തരീയത്തിന്റെ ഷോർട്ടാണ് നമ്മുടെ വെന്തിങ്ങ. ഇതിനും ചെറുതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ധരിക്കുന്ന ഉത്തരീയം. ഇത് നൽകിയിട്ട് പരിശുദ്ധ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ പ്രതീകവും ആണ് ഈ ഉത്തരീയം.
രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇത് ധരിക്കുന്നവർ ഒരിക്കലും നശിക്കത്തില്ല. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കത്തില്ലെന്നും ഇത് സാഹോദര്യത്തിന്റെ അടയാളമാണെന്നും രക്ഷയുടെ പ്രതീകമാണെന്നും പറഞ്ഞ് ഉത്തരീയം ധരിക്കുവാനും അതിലൂടെ മാതാവിന്റെ സംരക്ഷണവും മാതാവിന്റെ കൃപയുടെ സമൃദ്ധിയും മാതാവിന്റെ ശക്തമായ സാന്നിധ്യവും നൽകിക്കൊണ്ട് ഈ ജനറാളായ സൈമൺ സ്റ്റോക്കിനെ ബലപ്പെടുത്തി ഉറപ്പിച്ചു. ഈ ഉത്തരീയം പിന്നീട് അങ്ങോട്ട് കർമ്മലിത്ത സഭയിലുള്ള എല്ലാ മക്കളും ധരിക്കാൻ തുടങ്ങി. ഉത്തരീയം ധരിച്ച് മാതാവിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയപ്പോ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തില് വലിയ മാനസാന്തരങ്ങളും കൃപയുടെ നിറവും വലിയ മാറ്റങ്ങൾ സഭയിൽ ഉണ്ടാവുകയാണ്. ഈ അടിസ്ഥാനത്തിലാണ് മക്കളെ കർമ്മലിത്ത പാരമ്പര്യമുള്ള ഒത്തിരി സന്യാസിനി ഭവനങ്ങളുണ്ട്. ഈ ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് ആണ് ആരംഭത്തിലുള്ള സഭ. പിന്നീട് 16-ാം നൂറ്റാണ്ടില് ജോൺ ഓഫ് ദ ക്രോസും അമ്മ ത്രേസ്യയും ഈ ഓർഡർ ഓഫ് കാർമലൈറ്റ്സിനെ നവീകരിച്ചു. അതാണ് OCD, ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് ഡിസ്കാൾച്ചർ. പിന്നീട് ഒത്തിരിയേറെ ഈ ആത്മീയത സ്വീകരിച്ച സന്യാസിനി സമൂഹങ്ങള് നമ്മുടെ ലോകത്ത് ഒത്തിരിയേറെയുണ്ട്. പിന്നെ ഒത്തിരിയേറെ സഭക്കാര് ഉത്തരീയത്തിന്റെ സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് മാതൃഭക്തിയിലും ജീവിക്കുന്ന അനേകം പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉത്തരീയത്തിന്റെ സംരക്ഷണം ഇന്ന് സഭയില് അതിശക്തമായ ഒരു മാതൃ സംരക്ഷണമാണ്. നമുക്കറിയാം, ഉത്തരീയം ധരിച്ചു എന്നതിന്റെ പേരില് ഒത്തിരി അപകടങ്ങളിൽ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. രോഗികൾ സുഖമാക്കപ്പെട്ടത്, പാപികൾ മാനസാന്തരപ്പെട്ടത്, പൈശാചിക ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത്, പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങള്, അനേകം വിശുദ്ധര്, അനേകം മാർപ്പാപ്പമാര്, അനേകം ദൈവമക്കള്, നമ്മുടെ സാധാരണക്കാര് മക്കള്. അതുകൊണ്ട് തന്നെ ഉത്തരീയ ഭക്തിക്ക് വലിയ അടിസ്ഥാനമുണ്ട് ഈ ഒരു സന്ദേശത്തിൽ. നമുക്കറിയാം, ആദ്യ കുർബാന സ്വീകരിക്കുമ്പോ നമ്മുടെ എല്ലാ മക്കൾക്കും ഉത്തരീയം വെഞ്ചിരിച്ച് കഴുത്തിൽ ഇട്ടുകൊടുത്തിട്ട് പറയും, രക്ഷയുടെ അടയാളമാണ്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്, ഇത് ധരിക്കണം. നമ്മുടെ എല്ലാ മക്കളും ഉത്തരീയം ധരിക്കണം. പരിശുദ്ധ അമ്മ തന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഉത്തരീയം, 2 ജപമാല ചൊല്ലാനുള്ളതാണ്. അത് ചൊല്ലി റിസൈറ്റ് ദി എൻജലിക് സാൾട്ടർ. ജപമാല ചൊല്ലാനും ഉത്തരീയം ധരിക്കാനുമുള്ളതാണ്. ഈ കൊന്ത ഇട്ടു എന്ന് വിചാരിച്ച കുഴപ്പമില്ല. പരിശുദ്ധ അമ്മ ഉദ്ദേശത്തോടെ തന്നിരിക്കുന്നത് ഉത്തരീയം ധരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മക്കളും, നമ്മുടെ കൊച്ചുമക്കള്, യുവമക്കള്, നമ്മുടെ മാതാപിതാക്കള്, പ്രായമായവര് എല്ലാവരും ഉത്തരീയം ധരിക്കണം. ഈ വാഗ്ദാനത്തെ ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ വാഗ്ദാനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ വാഗ്ദാനങ്ങള് 1322 പേപ്പൽ ഉള്ളു വഴി അത് പ്രഖ്യാപിച്ചു, സഭയില് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ വാഗ്ദാനം കേട്ടോ, ഇത് ആത്മാക്കളെ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കും. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നിത്യ നരകാഗ്നിക്ക് ഒരിക്കലും വീഴത്തില്ല, അവരൊരിക്കലും ഇരയാവത്തില്ല. രണ്ടാമത്തെ വാഗ്ദാനം, ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവര് പിശാചിന്റെ പ്രലോഭനത്തിൽ നിന്നും അവന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടും. പിശാചിന്റെ ഉപദ്രവം നമുക്കറിയുന്ന ലോകത്തിലെ പൈശാചികമായ ശക്തികള്, വശീകരണ യന്ത്രങ്ങള്, ആഭിചാര്യം, ഒത്തിരിയേറെ ക്ഷുദ്ര പ്രവൃത്തികള്, ജിഹാദുകള് ഇങ്ങനെയൊക്കെ നിറയപ്പെട്ടിരിക്കുമ്പോ നമ്മുടെ മക്കള് ഉത്തരീയം ധരിച്ചാൽ പിശാചിന്റെ ഈ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. ഇനി 3-ാമത്തെ ഇതാണ്, ശുദ്ധീകര സ്ഥലത്തെ അവരുടെ വാസം വളരെയേറെ ചുരുക്കമായിരിക്കും. ഒരു സബറ്റൻ പ്രിവിലേജ് ഒക്കെ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ച് ഏറ്റവും അടുത്ത ശനിയാഴ്ച പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഉത്തരീയം ധരിച്ച് മരിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദാനം, അവരുടെ ശുദ്ധീകരണ സ്ഥലത്തെ വാസം വളരെയേറെ കുറച്ചായിരിക്കും. ഇങ്ങനെ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ ഉത്തരീയം ധരിച്ച് ജീവിക്കുന്ന മരിക്കുന്ന മക്കൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ കർമ്മലിത്ത സഭയിലൂടെ, ഈ സൈമൺ സ്റ്റോക്കിലൂടെ വലിയ രക്ഷയുടെ വാഗ്ദാനം, രക്ഷയുടെ അടയാളം, സാഹോദര്യത്തിന്റെ അടയാളം, നശിച്ചു മരിക്കാത്ത വലിയ അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉത്തരീയം ധരിക്കേണ്ടത്?
നമ്മള് ഈ വിവാഹത്തിനൊക്കെ താലി ധരിക്കും. ഇതെന്തിനാണ്? സ്നേഹത്തിന്റെ ഒരു പ്രതീകം. ഒരാളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി താലി ധരിക്കും. ഇതുപോലെ ഉത്തരീയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകമാണ്. അതെന്താണ്? പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിന്റെ അടയാളം. അമ്മയുടെ മോൻ, അമ്മയുടെ മോള്, അമ്മയുടെ സ്വന്തം. താലി എന്ന് പറഞ്ഞാൽ ഒരുത്തരെ സ്വന്തമാണ് എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ സ്വന്തമായിട്ട് ഈശോയുടേതായിട്ട് തീരാൻ അമ്മയ്ക്ക് എന്തൊക്കെയുണ്ടോ അത് ഈശോയുടെയാണ്. അങ്ങനെ അമ്മയുടെ സ്വന്തമായി അമ്മയിലൂടെ ഈശോയുടെ സ്വന്തമാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ഉത്തരീയം ധരിച്ചു കണ്ടാണ്ടല്ലോ. അപ്പ മനസ്സിലാവും, താലിയിട്ട ഒരു പെണ്ണ് ഒരുത്തന്റെ ഭാര്യയാണ്, ഒരുത്തന്റെ സ്വന്തമാണെന്ന് പറയണ പോലെ ഉത്തരീയം കണ്ടാൽ പിശാചിനും ലോകത്തിന് അറിയാൻ പറ്റും ഈ കൊച്ച് മാതാവിന്റെ കൊച്ചാ, മാതാവിലൂടെ യേശുവിന്റെ സ്വന്തമാ. ഇതറിഞ്ഞ പിന്നെ ഒരു പിശാചും, ഒരു ലോകാരൂപിയും, ഒരു പ്രലോഭനവും, ഒരു പരീക്ഷയും ഒരു കുഞ്ഞിനെയും ഒരു വ്യക്തിയെയും സ്വാധീനിക്കത്തില്ല. ഇതാണ് ഇതിന്റെ ശക്തി. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1981 വെടിയേറ്റ് ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയമാകുമ്പോ അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട്, ഉത്തരീയം അഴിച്ചു മാറ്റരുത്, ഉത്തരീയം കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റരുത്. ഞാൻ പൂർണ്ണമായും മറിയമേ നിന്റേതാണെന്ന് പറഞ്ഞ് മാതാവിനോട് അതുപോലെ ഭക്തിയിൽ ജീവിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 10ാമത്തെ വയസ്സ് മുതൽ ഉത്തരീയം ധരിച്ച് മാതൃഭക്തിയിൽ ജീവിച്ച പ്രിയപ്പെട്ട മകന്. അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, ആ വെടിയേറ്റ് വീഴുമ്പോ പരിശുദ്ധ അമ്മ മാർപ്പാപ്പയെ താങ്ങി പിടിച്ചിരിക്കുന്ന ചിത്രം ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തിയപ്പോ കണ്ടു, കിട്ടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ ഒരു കെട്ടുകഥയല്ല, അമ്മ ജീവിക്കുന്ന സാന്നിധ്യമാണ്, ഇന്നും ഇടപെടുന്ന സാന്നിധ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ വാഗ്ദാനങ്ങള് അത് സത്യമാണ്. അത് ചെയ്താൽ, അതുപോലെ ജീവിച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. ഇനി ഈ ഉത്തരീയം ധരിക്കുമ്പോ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ചുമ്മാ ധരിച്ചാലൊന്നും ഈ വാഗ്ദാനങ്ങളൊന്നും നമുക്ക് ലഭിക്കത്തില്ല. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ ഉത്തരീയം എപ്പോഴും ധരിക്കണം. ഇന്ന് നമ്മുടെ ആൾക്കാര് വല്ലപ്പോഴും ഒക്കെ ധരിക്കും. ഇതൊന്ന് പൊട്ടിപ്പോയി. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇതെന്റെ കഴുത്തിൽ ഞാൻ ധരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. ഇത് അമേരിക്കയിൽ നിന്ന് എനിക്ക് ഒരാൾ തന്ന ഒരു ഉത്തരീയമാണ്. 10 വർഷമായി. നമ്മുടെ ഇവിടുത്തെ ഉത്തരീയമൊക്കെ അധികം നിൽക്കത്തൊന്നുമില്ല. എന്നാൽ ഇത് നമുക്കറിയാം, ഇത് മോശമാകുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അടുത്ത ഉത്തരീയം വാങ്ങിച്ച് വെഞ്ചിരിച്ച് അത് ധരിക്കണം. അത് എപ്പോഴും ധരിക്കണം. ഇന്ന് ചില ആൾക്കാർ മരിച്ചു കഴിയുമ്പോ ഒരു ഉത്തരീയം കൊണ്ടുവന്ന് കഴുത്തിലിടും. അതുകൊണ്ട് കാര്യമില്ല. ഉത്തരീയ ഭക്തിയിൽ ജീവിക്കുന്ന മക്കള് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ ഒരിക്കൽ പോലും ഊരാത്ത വിധത്തില് കയ്യിലും അല്ലെങ്കിൽ നമ്മുടെ കഴുത്തില് എപ്പോഴും ഈ ഉത്തരീയം ധരിക്കുന്നവരായിട്ട് ജീവിക്കണം. അങ്ങനെ മാതാവിന്റെ സ്വന്തമാണ്, മാതാവിൻ്റെത് മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉത്തരീയമാകുന്ന ആ അടയാളം രക്ഷയുടെ അടയാളം അത് ധരിച്ചുകൊണ്ട് എന്ന് ചെയ്യും. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആ വ്യക്തി ആയിരിക്കുന്ന ജീവിതാന്തസ്സിന്റെ യോഗ്യതയിലും അന്തസ്സിലും ജീവിക്കണം. ഉദാഹരണത്തിന്, ഞാനിപ്പോ ഒരു കർമ്മനിത്ത വൈദികനാണ്. എനിക്ക് വ്രതങ്ങളുണ്ട്. അതിന്റെ പരിശുദ്ധിയില്, വിശ്വസ്തതയില് ഞാൻ എന്റെ ജീവിതാന്തസ്സിന് യോജിക്കുന്ന വിശ്വസ്തതയിലും വിശുദ്ധിയിലും അന്തസ്സിലും ജീവിക്കണം. ഒരു വിവാഹം കഴിക്കുന്ന മക്കള്, അവർ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിക്കുന്ന മക്കള്, യുവമക്കള്, അവര് വിശുദ്ധിയില്, അവരുടെ ആ ഒരു ബ്രഹ്മചര്യത്തിന്റെ വിശുദ്ധിയില് അല്ലെങ്കിൽ ദൈവമക്കളുടെ ചൈതന്യത്തില് അവർ നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച്, ഉത്തരീയം ധരിച്ച് ആ വലിയ കൃപയില് ജീവിക്കണം. ജീവിതാന്തസ് ഏതാണോ അതിനോട് ചേർന്ന് പോകുന്ന വിശുദ്ധിയും അന്തസ്സും ഉത്തരവാദിത്തങ്ങളും ദൈവമക്കളെ പോലെ ജീവിക്കണം. അല്ലാണ്ട് വെള്ളടിച്ച് തോന്നുമേക്ക് അതിലെ പോയി, ഇവിടെ പോയി, പബ്ബിൽ പോയി, കറങ്ങാൻ പോയി, വ്യഭിചരിച്ചു, പിന്നെ ഉത്തരീയം ധരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരീയത്തിന്റെ വാഗ്ദാനം ആ വ്യക്തിക്ക് ലഭിക്കത്തില്ല. അപ്പോ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ചൈതന്യവും അന്തസ്സും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഉത്തരീയം ധരിച്ചാൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മാതാവിന്റെ ഭക്തികൾ.
മാതാവിനുള്ള പ്രാർത്ഥനകള് അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യണം. ജപമാല ചൊല്ലണം, ഒത്തിരിയും നമ്മൾ ധരിക്കണം. അതോടൊപ്പം തന്നെ രക്തക്കണ്ണീർ ജപമാല നമ്മൾ പ്രാർത്ഥിക്കണം. മാതൃവണക്കത്തിന്റെ ഒത്തിരിയേറെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ മാതാവിന്റെ മക്കളെ പോലെ മാതൃഭക്തിയിൽ ദൈവകൃപ നിറഞ്ഞവളും ദൈവം കൂടെയുള്ളവളുമായുള്ള മാതാവിന്റെ മാതൃക പിഞ്ചെന്ന് മാതാവിനെ കൂടെ നിർത്തി മാതൃഭക്തിയിൽ ജീവിക്കുന്നവരായിട്ട് മാറണം. എന്തിനും എതിനും എന്റെ അമ്മ എന്റെ ആശ്രയം, എന്റെ അമ്മേ എന്റെ ആശ്രയമേ, എന്റെ അമ്മ മാതാവേ എന്നെ സഹായിക്കണം. അങ്ങനെ നമ്മള് മാതാവുമായുള്ള ബന്ധത്തില് പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പാടും. അല്ലാതെ നമ്മള് കൊന്തയൊക്കെ ഇട്ട് ഒത്തിരിയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചു നടക്കണു. ജീവിതം വേറെ വഴിക്ക് പോയാൽ ശരിയാവത്തില്ല. ഇതിന് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജപമാല ചൊല്ലി മാതൃഭക്തിയിൽ അമ്മ മാതാവുമായുള്ള ബന്ധത്തില് ഈ ഉത്തരീയം ധരിച്ച് നമ്മൾ ജീവിച്ചാൽ അമ്മ മാതാവ് നമ്മെ സംരക്ഷിക്കും. ഈ ഉത്തരീയം നമുക്ക് സംരക്ഷണം തരും. ഒരിക്കലും നശിപ്പിക്കാനോ തകർക്കാനോ പറ്റാത്ത സാന്നിധ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. നമ്മുടെ മക്കളെ ഒരു പിശാചിനും തൊടാൻ പറ്റില്ല, ഒരു പ്രലോഭനത്തിനും വീഴ്ത്താൻ പറ്റില്ല. നമ്മുടെ മക്കൾ മാതൃ സംരക്ഷണത്തില്, രക്ഷയുടെ അടയാളത്തില്, പിശാചിന് എതിരെയുള്ള പോരാട്ടത്തില് അവർ വിജയം കൈവരിക്കുന്ന ജീവിതം ജീവിക്കാൻ സാധിക്കും. ഇവിടെ മക്കളെ, കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ജൂലൈ 16-ാം തീയതി വലിയ ആഘോഷത്തോടു കൂടി നമ്മള് തിരുനാൾ ആഘോഷിക്കും. എല്ലാവർക്കും ഉത്തരീയം വെഞ്ചരിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ മിക്കവാറും ഉത്തരീയം വെഞ്ചരിച്ചു വച്ചിട്ടുണ്ട്. ആര് വന്നാലും ഞങ്ങൾ കർമ്മലീത്ത സഭക്കാരാ, ഉത്തരീയം വെഞ്ചരിച്ചു കൊടുക്കുക നമ്മുടെ ധ്യാനങ്ങൾക്കൊക്കെ പ്രത്യേകം പറയുന്ന കാര്യമാണ്. മക്കളെ ഉത്തരീയം ധരിക്കണം. കണ്ണിക്കണ്ട മാലയും കണ്ണിക്കണ്ട ലോക്കറ്റും കണ്ണിക്കണ്ട മുദ്രകളും നമ്മുടെ ശരീരത്തിൽ അണിയരുത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, അമ്മയുടെ മക്കളാ. താലി പോലെ അമ്മയുടെ സ്വന്തം പ്രഖ്യാപിക്കണം. ഞാൻ വളരെ സ്നേഹത്തോടെ പ്രൊമോട്ട് ചെയ്യാണ്. നമ്മുടെ മക്കള് പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കാൻ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, എന്തിനും എവിടെയും പോകുമ്പോ ഈ ഉത്തരീയം കാണാവുന്ന രീതിയിലാണെങ്കിൽ കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നമുക്ക് ധരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കൈകളിൽ ജപമാലകൾ ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിന്റെ സാന്നിധ്യവും അമ്മ തന്ന സംരക്ഷണ വസ്തുക്കളും എല്ലാം സ്വീകരിച്ച് ധരിച്ച് സ്വന്തമാക്കി പോയാൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴച്ച പറയാൻ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സംരക്ഷണം ഈ മക്കള് സ്വീകരിച്ചാൽ നമ്മുടെ മക്കള് അതിനകത്ത് അനുഗ്രഹിക്കപ്പെടും. ഇത് മാതാപിതാക്കള് ധരിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ധരിപ്പിക്കണം. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തില് ഉത്തരീയം വെഞ്ചരിക്കുമ്പോ കർമ്മലീത്ത വൈദികര് അത് വെഞ്ചരിച്ച് നൽകിയാൽ അതിന് പ്രത്യേക ഒരു ശക്തിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കർമ്മലീത്ത വൈദികരെ കൊണ്ട് ഉത്തരീയം വെഞ്ചരിച്ച് അത് ധരിക്കാം. അത് വഴി പോവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ വീണ്ടും വാങ്ങിച്ച് അത് വെഞ്ചരിച്ചു വയ്ക്കാം. ചില ആൾക്ക് പറയാം, ചില ആൾക്കാരെ കയ്യിൽ സ്റ്റോക്കാണ്, വെഞ്ചരിച്ചു വച്ചേക്കാം, ഒന്ന് കഴിയുമ്പോ അടുത്ത് അപ്പൊ തന്നെ എടുത്തിടും. ഇവിടെ മക്കളെ, ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ വലിയ സംരക്ഷണമാണ്, അമ്മയുടെ വലിയ അനുഗ്രഹമാണ്. വലിയൊരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അമ്മയുടെ സ്വന്തം, അമ്മയിലൂടെ യേശുവിന്റെ സ്വന്തമെന്ന് പ്രഖ്യാപിക്കുന്ന ഉത്തരീയം ധരിക്കാൻ എന്തിനാ മടിക്കണേ? ഇത് പറയാൻ എന്തിനാ മടിക്കുന്നത്? ചില മക്കൾ പച്ച കുത്തി പിശാചിനെ സ്വന്തമെന്ന് പറഞ്ഞ് പ്രഘോഷിച്ച് തോന്നിമാര് വസ്ത്രം ധരിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോ ഈ പരിശുദ്ധ അമ്മയുടെ സ്വന്തമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അമ്മയുടെ ഞാൻ പിശാചിന് പേടിയ മാതാവിന് നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ സ്വന്തമായി നമ്മുടെ മക്കൾ നമ്മൾ മാറിയാണ്ടില്ലോ, പിന്നെ നമ്മുടെ ജീവിതം അതിനകത്ത് അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ചെറിയ സന്ദേശം അച്ഛൻ പറഞ്ഞ് ഇതിന്റെ വിശാലമായ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഉത്തരീയത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട മാർപ്പാപ്പമാര്, വിശുദ്ധര്, അനേക മക്കള്, നമ്മുടെ അമ്മമാര്, നമ്മുടെ മക്കള് ഇതൊക്കെ ധരിച്ച് ശക്തി പ്രാപിച്ച് വിജയം വരിച്ച, അത്ഭുതം അനുഭവിച്ച, പിശാചുകൾ തകർത്തെറിഞ്ഞ എത്രയോ എത്രയോ അനുഭവങ്ങളാ പറയാനുള്ളത് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉത്തരീയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഉത്തരീയം വിശുദ്ധിയോടെ യോഗ്യതയോടെ ധരിച്ച് കണ്ടീഷൻസ് ഒക്കെ പൂർത്തിയാക്കി ഈ നൈമിഷിക ലോക ജീവിതത്തില് സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും സംരക്ഷണം നൽകുന്ന ഈ വിശുദ്ധ ഉത്തരീയം നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ധരിക്കാം. അമ്മ മാതാവിന്റെ ഈ വലിയ സ്നേഹത്തിന് സംരക്ഷണം നന്ദി പറയാം. കർമ്മല മാതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർമ്മലിത്ത സഭയുടെ പേരില് ഒരു കർമ്മലിത്ത സന്യാസി എന്ന നിലയില് കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. കർമ്മല ഉത്തരീയം ധരിക്കുക.
വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിത്യവുമായ തേജസ്സേ, നിത്യകന്യകയായിരുന്ന് ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ഈ ഉത്തരം ധരിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. കർമ്മലത്ത് സഭക്കാര് പ്രാർത്ഥിക്കുന്നു, അനേകം പേര് പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. അമ്മ മാതാവുമാണ് ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിക്കണം. നിത്യകന്യകയായിരുന്ന് ദൈവപുത്രന് ജന്മം നൽകിയവളെ, സ്വർഗത്തിന്റെ അന്യാദൃശ്യമായ തേജസ്സേ, ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. അഭിമാനത്തോടെ, മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അമ്മ ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാണല്ലോ, അമ്മ നമ്മുടെ അമ്മയാണെന്ന് കാണിച്ചു തരും, ഉറപ്പ്. അതുകൊണ്ട് ഉത്തരീയത്തെ നമുക്ക് സ്വീകരിക്കാം, കർമ്മല മാതാവിനെ സ്വീകരിക്കാം. ഈ ജൂലൈ മാസത്തിന്റെ തിരുരക്ത ഭക്തിയോട് ചേർത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം റോസാമിസ്റ്റിക്ക മാതാവ് തിരുനാൾ ആഘോഷിച്ചു. അമ്മയോടൊക്കെ ചേർത്ത് പിടിച്ച എല്ലാ സന്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പുതിയ അഭിഷേകത്തില്, പുതിയ സംരക്ഷണത്തില്, പുതിയ കരുത്തില് മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ഈ ദിനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഓ സമുദ്ര താരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ആമേൻ.